നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം സാർ. വരാനിരിക്കുന്ന ചർച്ചകൾ പ്രധാനമായും റഷ്യയിലെ അലാസ്കയിൽ വെച്ച് നടക്കുന്ന പുടിൻ റഷ്യയുടേതായിരുന്ന അലാസ്ക ഇപ്പോൾ അമേരിക്കയുടെ കൈവശം. അതെ. അപ്പം ട്രംപ് പുടിൻ കൂടിക്കാഴ്ച അത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. പലവിധ സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. 3 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന ചർച്ചയാണ്. ഇപ്പോൾ ട്രംപ് പറയുന്ന ഒരു 2 മിനിറ്റിന് ശേഷം റഷ്യൻ പ്രസിഡന്റുമായിട്ട് ചർച്ച നടത്തുമ്പോൾ 2 മിനിറ്റിന് ശേഷം അത് ഏത് തരത്തിലെത്തുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാണ് ട്രംപ് പറയുന്നത്. ഏത് തരത്തിലായിരിക്കും ആ ചർച്ച അവസാനിക്കുന്നത്? 1860കളിൽ അമേരിക്ക $7.2 മില്യൺ കൊടുത്ത് റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയൊരു ഭൂപ്രദേശം അലാസ്ക. അന്ന് അമേരിക്ക കാട്ടിയൊരു വിഡ്ഢിത്തമെന്ന് അമേരിക്കക്കാർ അതിനെ വിശേഷിപ്പിച്ചിരുന്നു. കാരണം ഈ മഞ്ഞ് മൂടിയ ഈ പർവ്വത പ്രദേശം അമേരിക്കയ്ക്ക് എന്തിന് എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. പക്ഷേ പിന്നീട് ലോകമഹായുദ്ധകാലത്ത് അലാസ്കയുടെ പ്രാധാന്യം അമേരിക്കക്കാർക്ക് മനസ്സിലായി. ലോകത്തിലെ ഏറ്റവും നിർണായകമായൊരു പോയിൻ്റാണ്. ലോകത്തെ പിന്നീട് അമേരിക്ക ഗൺ പോയിന്റിൽ നിർത്തിയത് അലാസ്ക ഉപയോഗിച്ചുകൊണ്ടാണ്. റഷ്യയെ ഭയപ്പെടുത്തിയത് അലാസ്ക എന്ന ആ ഭൂപ്രദേശം ഉപയോഗിച്ചുകൊണ്ടാണ്. അമേരിക്കൻ ഭൂഖണ്ഡം എന്ന് പറയുന്ന US-ൻ്റെ ആ ഒരു ഭൂപ്രദേശത്ത് നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു പ്രൊവിൻസാണ്. 1950കളിലാണ് അമേരിക്ക അതിനൊരു സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് പോലും. അതുവരെ അമേരിക്കയ്ക്ക് തങ്ങളുടെ സ്വന്തം സംസ്ഥാനമാക്കി മാറ്റാൻ അലാസ്കയെ ഭയമായിരുന്നു. അങ്ങനെ പിന്നീട് അമേരിക്കയുടെ ഒരു നിർണായക ഭാഗമായി സ്വർണ്ണ നിക്ഷേപത്തിൽ, പ്രകൃതി ധാതുക്കളുടെ കാര്യത്തിൽ അലാസ്ക വലിയ ഒരു നിക്ഷേപമാണ്. ആളുകൾ ഒരു പരിധിവരെ വിശ്വസിച്ചിരുന്നു ഇത് കാനഡയുടെ ഒരു ഭാഗമാണ്, കാനഡയോട് ചേർന്ന് കിടക്കുന്നു, എൻ്റെ ഉച്ചിയിലായി നിൽക്കുന്നത്. അപ്പോൾ വാൻകോറിനൊക്കെ മുകളിലായിട്ട് നിൽക്കുന്നു. അപ്പോൾ ആളുകളുടെ ഒരു ധാരണ കാനഡയുടെ ഒരു ഭാഗമാണ്. പക്ഷേ റഷ്യ 1700കളുടെ ഒടുവിൽ റഷ്യൻ എക്സ്പെഡീഷൻ്റെ ഭാഗമായി എത്തിയ ഒരു പ്രദേശമാണ്. പക്ഷേ റഷ്യ അതിനെ കീഴടക്കാൻ, കോളനിവൽക്കരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. കിട്ടിയ പൈസയ്ക്ക് അമേരിക്കയ്ക്ക് കൊടുത്ത് തടിതപ്പുകയും ചെയ്ത് അത് അമേരിക്കയ്ക്ക് മുതൽക്കൂട്ടായി. ഇപ്പോഴിതാ ലോകം ഉറ്റുനോക്കുന്ന ആ ഉച്ചകോടി, പുതിനും ട്രംപും തമ്മിലുള്ള ഉച്ചകോടി അലാസ്കയിൽ വെച്ച് നടക്കുന്നു. ഇവിടെ ഇരുകൂട്ടരും മുഖം രക്ഷിച്ചു. ഒന്ന്, ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഒരു 3ാം ലോകരാജ്യത്തെ ആശ്രയിക്കുക അമേരിക്കയ്ക്കും റഷ്യയ്ക്കും നാണക്കേടാണ്. 2, റഷ്യൻ പ്രസിഡന്റ് പുതിൻ വാഷിങ്ടണിലേക്ക് ട്രംപിനെ കാണാൻ വരികയെന്ന് പറഞ്ഞാൽ അത് പുതിൻ്റെ ഈഗോയെ ബാധിക്കും. മറിച്ച് ട്രംപ് മോസ്കോയിലേക്ക് പോകാൻ ട്രംപിൻ്റെ ഈഗോ അനുവദിക്കത്തില്ല. അപ്പോൾ 2 കൂട്ടർക്കും ഒരു സമവായം എന്നുള്ള നിലയിൽ അലാസ്ക തിരഞ്ഞെടുക്കുന്നു. അത് കൃത്യമായ ഒരു പോയിൻ്റാണ്. പക്ഷേ ഇവിടെ അമേരിക്ക നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ ട്രംപ് നടത്തുന്ന പ്രസ്താവനകൾക്ക് ചില പശ്ചാത്തലമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ട്രംപ് വിദഗ്ധനായ ഒരു കച്ചവടക്കാരനാണ്. ട്രംപ് മനഃശാസ്ത്രപരമായാണ് തൻ്റെ കച്ചവട ചർച്ചകളെ നിയന്ത്രിക്കുന്നത്, നയിക്കുന്നത്, ആ ചർച്ചകളിലേക്ക് കടന്നു ചെല്ലുന്നത്. ട്രംപ് അതിന് സ്വീകരിക്കുന്ന മനഃശാസ്ത്രപരമായ സമീപനമുണ്ട്, മറ്റ് സമ്മർദ്ദ തന്ത്രങ്ങളുണ്ട്. ഇത് രണ്ടും പ്രയോഗിക്കാൻ ട്രംപിനറിയാം. ട്രംപിന് അത് ഉപദേശിക്കാൻ സ്റ്റീവ് വിറ്റ്കോഫ് അടക്കമുള്ളവർ ഒപ്പമുണ്ട്. സ്റ്റീവ് വിറ്റ്കോഫൊക്കെ വലിയ വ്യാപാര താല്പര്യമുള്ള കുടുംബത്തിൽപ്പെട്ടയാളാണ്. ലോകമാകെ വ്യാപിച്ചു കിടക്കുന്ന വ്യാപാര ശൃംഖലകളുടെ ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കുമുണ്ട്. അപ്പോൾ കൃത്യമായി ഒരു വ്യവസായ ചർച്ച അല്ലെങ്കിൽ ഒരു ഇടപാട് എങ്ങനെ തീരുമാനിച്ചുറപ്പിക്കണമെന്ന് വ്യക്തത അമേരിക്കൻ ഭരണകൂടത്തിന് ഇപ്പോഴുണ്ട്. അതിൻ്റെ ഭാഗമാണ് ആദ്യം പുതിനെ ക്രാക്ക് ചെയ്യുക എന്ന പ്രോസസ്സ്. ഇന്ന് നമ്മൾ ഒരു ഉച്ചകോടിയിലേക്ക് കടക്കുമ്പോൾ ഇതൊരു സാധാരണ സമാധാന ചർച്ചയല്ല. ഇത് ഒരു ആവശ്യം മുൻനിർത്തിയുള്ള ചർച്ചയാണ്. അമേരിക്കയ്ക്ക് ഒരു വലിയ ആവശ്യമുണ്ട് ട്രംപിന്. റഷ്യൻ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം. അതിൽ ട്രംപിൻ്റെ സ്വകാര്യ സ്വാർത്ഥതയുണ്ട്. ഇരു കൂട്ടരും തമ്മിലുള്ള ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ ട്രംപിനെ തേടി നൊബേൽ സമ്മാനമെത്തും. ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി ട്രംപ് മാറും. 4 വർഷമായി തുടരുന്ന റഷ്യൻ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള ഖ്യാതി കിട്ടും. അപ്പോൾ ട്രംപിന് ഇതിൽ വ്യക്തിപരമായ ഒട്ടനവധി താല്പര്യങ്ങളുണ്ട്. പ്രസിഡന്റിൻ്റെ അധികാര കസേരയിൽ വന്ന അന്ന് മുതൽ ട്രംപ് അതിനുവേണ്ടി പയറ്റിയ തന്ത്രങ്ങൾ നമ്മൾ പരിശോധിക്കണം. ആദ്യം വ്ളാദിമിർ സെലൻസ്കിയെ ട്രംപ് തള്ളിപ്പറയുന്നു. വാഷിങ്ടൺ വൈറ്റ് ഹൗസിൽ നിന്ന് ഇറക്കി വിടുന്നു. പിന്നീട് സെലൻസ്കിയായിട്ട് കടുത്ത വാക്പോരാട്ടം. ഒടുവിൽ സെലൻസ്കി അനുനയിപ്പിക്കുന്നു. മറുവശത്ത് അമേരിക്കൻ പ്രസിഡന്റ് കസേരയിലെത്തിയ ട്രംപ് ആദ്യം പറഞ്ഞത് പുതിൻ എൻ്റെ ഉറ്റ സുഹൃത്താണ്, ഇനിയൊരു പുതിയ ലോകക്രമത്തിലേക്ക് ഞാനും പുതിനും കൂടി ലോകത്തെ നയിക്കും എന്നൊക്കെ ട്രംപ് വീൺവാക്കുകൾ മുഴക്കി. പിന്നീട് തൻ്റെ ഇംഗിതത്തിന് പുതിൻ വഴങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ട്രംപ് ആ അനുനയ ഭാഷണങ്ങളിൽ നിന്ന് കൂടുതൽ രൂക്ഷമായ ആക്രമണങ്ങളിലേക്ക് കടന്നു. സ്വകാര്യ മീറ്റിങ്ങുകളിൽ അസഭ്യവർഷ പ്രയോഗം നടത്തി പുതിനെതിരെ ട്രംപ് തുടർച്ചയായിട്ട്. അങ്ങനെ പുതിനെ കൂടുതൽ അരികവൽക്കരിക്കാനുള്ള ശ്രമമാണ് ട്രംപ് തുടർന്നത്. ഇതൊരു സമ്മർദ്ദ തന്ത്രത്തിൻ്റെ ഭാഗമാണ്.
ഇപ്പോൾ ഇന്ത്യക്കെതിരെ ട്രംപ് ഉയർത്തിവിട്ട ആ ടാരിഫ് കൊടുങ്കാറ്റും റഷ്യയുടെ സുഹൃത്തെന്ന നിലയ്ക്കാണ്. അപ്പോൾ അതും ആത്യന്തികമായി പുതിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെ ഒരു സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇത്തരം പശ്ചാത്തലം ഒരുക്കിയാണ് ഈ ഉച്ചകോടിയിലേക്ക് പുതിനെ കൊണ്ടുവരുന്നത്, ട്രംപ് കടന്നു ചെല്ലുന്നത്. ഇവിടെ മറ്റു ചില ഫാക്ടേഴ്സ് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ചരിത്ര പശ്ചാത്തലം, പതിറ്റാണ്ടുകളുടെ ഒരു KGB ഉദ്യോഗസ്ഥനായിരുന്നു പുതിന്. പഴയ മുൻകാല KGB ഉദ്യോഗസ്ഥനാണ്. എന്ന് പറഞ്ഞാൽ റഷ്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഏറ്റവും ബുദ്ധികൂർമ്മതയുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് രഹസ്യാന്വേഷണ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ വൈദഗ്ധ്യമുള്ള ആളായിരുന്നു. അമേരിക്ക കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി പുതിനെ ഡീകോഡ് ചെയ്യാനുള്ള ശ്രമമാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം നടത്തുന്നത്. പക്ഷേ അവർ ഇതിൽ വിജയിച്ചിട്ടില്ല എന്ന് മൊസാദ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ആരാണ് പുതിൻ, പുതിൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണ്, പുതിൻ്റെ രഹസ്യാത്മകമായ ജീവിതം എന്താ, ഒരുപാട് ഗ്ലിംസസ് പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് അമേരിക്കയ്ക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പുതിൻ്റെ വിശ്വസ്തരുടെ ഒരു വൃന്ദം അമേരിക്ക പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ആ വിശ്വസ്തരുടെ വൃന്ദം പലപ്പോഴും മാറുന്നു. ഒറ്റപ്പെട്ട് നിൽക്കാത്ത പുതിൻ്റെ മനഃശാസ്ത്രം എന്തെന്ന് അമേരിക്കയ്ക്ക് പലപ്പോഴും അറിയില്ല. കഴിഞ്ഞ കോവിഡ് കാലത്ത് അന്ന് 68 വയസ്സായിരുന്നു പുതിന്. അന്ന് ഒറ്റപ്പെട്ട് വലിയൊരു കൊട്ടാരത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കാനാണ് പുതിന് ഇഷ്ടപ്പെട്ട. ഭയമുണ്ട്. കോവിഡിനെ മാത്രമല്ല, ആളുകളിൽ നിന്ന് തനിക്ക് രോഗം പടരുമോ, ഈ കോവിഡ് കാലത്ത് സൈന്യത്തെ വേണ്ട വിധത്തിൽ നിയന്ത്രിക്കാൻ കഴിയില്ല, അപ്പോൾ തൻ്റെ ഏകാധിപത്യ പ്രവണതയിൽ അത് വിള്ളലുകൾ വീഴ്ത്തും. ഇതൊക്കെ പുതിൻ ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. കോവിഡ് കാലത്ത് തന്നെ ആരെങ്കിലും കാണാൻ വന്നാൽ പുതിൻ്റെ ഒരു പ്രത്യേക രീതിയുണ്ട്. അവരെ 2 ആഴ്ചത്തേക്ക് ക്വാറൻറ്റൈനിൽ പാർപ്പിച്ചതിന് ശേഷമാണ് അവരെ സന്ദർശിക്കുന്നത്. അതിനുശേഷവും 2 ആഴ്ച അവർ ക്വാറൻറ്റൈനിൽ കഴിയണം. അപ്പോൾ പുതിനെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന് 1 മാസം ഏകാന്തത അനുഭവിക്കേണ്ടി വരുന്നു. തികഞ്ഞ ഏകാന്തതയിൽ പുതിനും ജീവിക്കുന്നു. അപ്പോൾ പുതിൻ്റെ ഒരു വിചിത്രമായൊരു മനഃശാസ്ത്രം, വിചിത്രമായൊരു സ്വഭാവ രീതി, ഇത് ക്രാക്ക് ചെയ്യാൻ, ഡീകോഡ് ചെയ്യാൻ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതാണ് പുതിൻ്റെ ഒരു വേറിട്ട ശൈലി. മറുവശത്ത് പുതിൻ യുക്രൈൻ താല്പര്യം 2 കാരണങ്ങൾ കൊണ്ടാണ് പുതിൻ യുക്രൈനെ ആക്രമിച്ചത്. നാറ്റോ സഖ്യരാജ്യമാകുമോ എന്ന ഭയം മാത്രമല്ല, സ്വന്തം രാജ്യത്ത് ആഭ്യന്തര ശിഥിലീകരണ പ്രവണതകൾ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടം ഈ കോവിഡിന് ശേഷം. പുതിൻ കോവിഡ് കാലത്ത് റഷ്യയെ സാമ്പത്തികമായി തളർത്തി എന്നൊക്കെ വലിയ വിമർശനങ്ങൾ രാജ്യത്ത് തന്നെ ഉയർന്നൊരു സമയമാണ്. അപ്പോൾ യുക്രൈൻ കടന്നാക്രമണവും യുക്രൈൻ്റെ ഒരു ഭാഗം പിടിച്ചടക്കി കൂടുതൽ കരുത്ത് നേടാം എന്നും പുതിൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആ യുദ്ധം വളരെയേറെ നീണ്ടുപോയി. ഇതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, ഏറ്റവും നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ പ്രയോഗിക്കാൻ പുതിൻ മടിച്ചു. അത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ കൈവശം വളരെ പ്രഹരശേഷിയുള്ള ആയുധങ്ങളുണ്ട്. അത്തരം ആയുധങ്ങൾ തൻ്റെ രാജ്യത്തിന് നേർക്ക് വന്നാൽ പുതിൻ്റെ അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭയമാണ്. യുക്രൈനെ ആക്രമിക്കുന്നതിലെ കരുത്ത് മാത്രമല്ല, തിരികെ യൂറോപ്യൻ യൂണിയൻ ഒരു ആക്രമണത്തിന് ശ്രമിച്ചാൽ പുതിൻ എന്ന ഭരണാധികാരി അപ്രസക്തനായി പോകും. പുതിൻ ഒരുപക്ഷെ കൊല്ലപ്പെട്ടേക്കാം. അപ്പോൾ അതുകൂടി കണക്കുകൂട്ടിയാണ് വളരെ ശ്രദ്ധയോടെ പുതിൻ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷെ ഒരുപാട് സഹിക്കേണ്ടി വന്നു. സഹനം വലിയൊരു ഫാക്ടറാണ് ഈ യുദ്ധത്തിൽ. ഒടുവിൽ പുതിൻ എത്തി നിൽക്കുന്ന ഒരു ഭാഗം, ഇപ്പോൾ പുതിൻ വിജയം അവകാശപ്പെടുകയാണ്. കാരണം വളരെ ഉക്രൈൻ്റെ വളരെ തന്ത്രപ്രധാനമായ ഭാഗങ്ങൾ ഇപ്പോൾ റഷ്യയുടെ നിയന്ത്രണത്തിലുണ്ട്. ഈ ഭാഗങ്ങൾ വിട്ടുകിട്ടണമെന്നാണ് സെലൻസ്കിയുടെ ആവശ്യം. അപ്പോൾ സെലൻസ്കി ശക്തമായി ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. സെലൻസ്കിയെ ഉൾപ്പെടുത്താത്ത ഒരു ചർച്ചയാണ്, ഒരു ഉച്ചകോടിയാണ് ഇപ്പോൾ അലാസ്കയിൽ നടക്കാൻ പോകുന്നത്. ഇതിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായി പ്രതികരിച്ചിരുന്നു. ഈ കഴിഞ്ഞ ഒരാഴ്ച സെലൻസ്കിയെ കൂടി ഉൾപ്പെടുത്തി ഒരു ത്രിരാഷ്ട്ര ചർച്ച മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ ആത്യന്തിക വെടിനിർത്തൽ കൊണ്ട് അർത്ഥമാകൂ എന്ന് മക്രോൺ അടക്കമുള്ളവർ പറഞ്ഞു. അല്ല, അതായിരിക്കും ഇപ്പോൾ ട്രംപ് പറഞ്ഞേ, ഞാൻ ആദ്യം പുതിനുമായിട്ട് ഒരു ചർച്ച നടത്തും, 2 മിനിറ്റിനകത്ത് 3 ഘട്ടമായിട്ടാണ്. അപ്പോൾ അതിനകത്ത് എനിക്കറിയാൻ സാധിക്കും എങ്ങനെയാണ് സമാധാനത്തിലേക്കാണോ പോകുന്നതെന്നുള്ളത്. അതിനുശേഷം സെലൻസ്കി ആയിട്ട് ഉള്ള ഒരു ചർച്ച, 3 പേര് അടങ്ങുന്ന ഒരു ചർച്ച നടത്തുമെന്നുള്ള രീതിയിലാണ്. അല്ല, ഈ 2 മിനിറ്റ് ട്രംപിൻ്റെ ഒരു സമ്മർദ്ദ തന്ത്രമാണ് ക്രാക്ക് ചെയ്യുന്നത്, എതിരാളിയെ ഒന്ന് തളർത്താൻ വേണ്ടി. പക്ഷെ പുതിൻ വളരെ ശക്തമായ ചില പ്രതികരണങ്ങൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നു. റഷ്യ വിജയം അവകാശപ്പെടുന്നൊരു ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഫോർമുലയെ റഷ്യ അംഗീകരിക്കുമെന്ന് പുതിൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. മറുവശത്ത് സെലൻസ്കിയെ ഉൾപ്പെടുത്താതെയുള്ള ഈ ചർച്ചയെ ആശങ്കയോടെ നോക്കിക്കാണുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. ഇന്ന് ജർമ്മനിയുടെ ഭരണാധികാരി മേഴ്സ് വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞു. അത് പറയാനും കാരണമുണ്ട്. പല തരത്തിൽ ട്രംപും പുതിനുമായിട്ടുള്ള ചർച്ചകളെല്ലാം പാളിപ്പോയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇവർ തമ്മിലുള്ള ചർച്ചകൾ ഏത് തരത്തിലെത്തുമോ എന്നുള്ള ഒരു സംശയത്തിൽ നിൽക്കുകയാണ്. കാരണം ഇനിയും ഈ ഒരു ചർച്ച പരാജയപ്പെടുകയാണെങ്കിലും മറ്റൊരു വലിയ യുദ്ധത്തിലേക്കാണ് നയിക്കുന്നത്. മാത്രമല്ല, ട്രംപ് ഉന്നയിക്കുന്ന ഈ തീരുവ യുദ്ധം പല രാജ്യങ്ങളിലേക്കും വ്യാപിക്കും. രാജ്യങ്ങൾക്കും അതൊരു സമ്മർദ്ദത്തിലേക്കല്ലേ പോകുന്നത്.
ആത്യന്തികമായി ഇന്ത്യക്കെതിരെ അമേരിക്ക ശക്തമായ ഒരു താരിഫ് യുദ്ധം പ്രഖ്യാപിക്കുന്നു. ചൈനയെ ഇതുവരെ അവർ ആക്രമിച്ചില്ല. വീണ്ടും 90 ആക്രമിക്കാൻ ശ്രമിച്ചു, അതിൽ വീണില്ല. അത് ഇന്ത്യ ഒരു വശത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തടഞ്ഞാൽ ഒരു പരിധിവരെ അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾ വിജയിച്ചുവെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ കഴിയും. അത് ചൈനയെ ഭയപ്പെടുത്താൻ ഉപയോഗിക്കാം. പക്ഷേ അതിൽ ഇന്ത്യ കരുത്തോടെ നിൽക്കുന്നതാണ് ഇപ്പോൾ അമേരിക്കയ്ക്കും ട്രംപിനുമൊക്കെ വലിയൊരു തടസ്സമുണ്ടാകുന്നത്. മറുവശത്ത് ഈ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് കഴിഞ്ഞില്ല എങ്കിൽ അത് ട്രംപിനുണ്ടാക്കുന്നൊരു നാണക്കേട്, അതിൻ്റെ ഭയാനകമായ വിമർശനങ്ങൾ അമേരിക്കയിൽ നിന്ന് തന്നെ ഉയർന്നു വരും. ഇന്ത്യക്കെതിരെ ഇപ്പോൾ തുടങ്ങി വച്ചിരിക്കുന്ന ടാരിഫ് യുദ്ധം കൊണ്ട് ഇന്ത്യയെ തളർത്താൻ കഴിയില്ല എന്ന് US ട്രഷറി സെക്രട്ടറി ഇന്നലെ പറഞ്ഞു. അപ്പോൾ അമേരിക്കയുടെ വിലയിരുത്തൽ കൃത്യമാണ്. ഇന്ത്യയുടെ കയറ്റുമതിയുടെ GDP കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വെറും 2% മാത്രമാണ് അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി. അപ്പോൾ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ ഒന്നും ഇത് കാര്യമായി ബാധിക്കില്ല. മാത്രമല്ല സാർ, ഇതിപ്പം ട്രംപ് ഈ ഉന്നയിച്ച ഈ ഒരു തീരുവ യുദ്ധം എന്ന് പറയുന്നത്, തീരുവ ഇനം, ഇത് അമേരിക്കൻ വിപണിയെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു ഇതനുസരിച്ച് US ഓഹരി വിപണി വല്ലാണ്ട് താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സ്ഥിതി അനുസരിച്ച്, ഇന്നത്തെ വാർത്തകളിൽ ഞാൻ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ അങ്ങോട്ട് പോയാൽ അത് അമേരിക്കയും വല്ലാണ്ട് സമ്മർദ്ദത്തിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രംപിനും ഒരു പക്ഷേ ഇത് പ്രധാനപ്പെട്ട ഒരു ചർച്ച തന്നെയാണ്, പ്രധാനപ്പെട്ട ഒരു നിർണായകമായിട്ടുള്ളൊരു ചർച്ച തന്നെയല്ലേ. ഇന്ത്യയുമായുള്ള താരിഫ് യുദ്ധത്തിന്റെ പേരിലല്ല ഇന്ന് അമേരിക്കൻ ഓഹരി വിപണി താഴേക്ക് എല്ലാ രാജ്യങ്ങളുമായിട്ട് ഇതല്ലേ നടത്തുന്നത്. നാളെ നടക്കാൻ പോകുന്ന ഈ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിലാണ്. നാളെ നടക്കുന്ന ഈ ഉച്ചകോടിയിൽ US പ്രസിഡന്റ് ട്രംപ് പരാജയപ്പെടുകയാണെങ്കിൽ അമേരിക്കൻ ഓഹരികൾ നിലംപൊത്തും. കാരണം അമേരിക്കൻ താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടില്ല എന്ന സംശയം വ്യവസായികളിൽ ശക്തമാകും. വീണ്ടും ലോകരാജ്യങ്ങളുമായി ടാരിഫ് യുദ്ധത്തിലേക്ക് പോകും. അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് അത് വലിയ വിനയായിത്തീരും. ഉപഭോക്താക്കൾ കുറയുമ്പോൾ അവരുടെ പർച്ചേസ് കപ്പാസിറ്റി കുറയുകയാണ്. ഈ പർച്ചേസ് കപ്പാസിറ്റി കുറയുമ്പോൾ അമേരിക്കൻ വിപണി നിർജ്ജീവമാകും. ആ ഭയം ഇപ്പോൾ വ്യവസായികൾക്കും അമേരിക്കൻ ബിസിനസ്സുകാർക്കുണ്ട്. അവർ പലവട്ടം അത് പറഞ്ഞു കഴിഞ്ഞു. അമേരിക്കയുടെ ഓഹരി വിപണി മാത്രമല്ല, ഇന്ന് ലോക ഓഹരി വിപണികൾ ആശങ്കയോടെ നോക്കിയാണ് ഈ ഉച്ചകോടി. ഉച്ചകോടിയുടെ ഫലം എന്താണ്? നാളെ ഒരു വെളുത്ത പുക അലാസ്കയിൽ നിന്ന് ഉയർന്നില്ല എങ്കിൽ ലോകം മറ്റൊരു തലത്തിലേക്ക് മാറും. ലോകം കൂടുതൽ ആശങ്കയുടെ ഒരു വക്കിലേക്ക് കടന്നു ചെല്ലും. അവിടെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കൂടുതൽ ശക്തമായ നിലപാടെടുത്തേ തീരും. അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. റഷ്യൻ പ്രസിഡന്റ് പുതിനെ ഒറ്റപ്പെടുത്താൻ കടുത്ത ഉപരോധങ്ങളിലേക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കടക്കുമെന്നതിലും സംശയമില്ല. ഇന്ത്യ ഇതിനിടയിൽ ചെന്നുപെട്ട ഒരു ഉപാധി മാത്രമാണ് അമേരിക്കയെ സംബന്ധിച്ച്. ഇന്ത്യ അല്ല ഇവിടുത്തെ വലിയൊരു ഫാക്ടർ. നാളെ അലാസ്കയിൽ നടക്കാൻ പോകുന്ന ഈ ചർച്ചകളിൽ ഇന്ത്യയെ കരുവാക്കി അമേരിക്ക ചില കരുക്കൾ നീക്കുന്നു, റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദമൊരുക്കുന്നു. അത് സ്വാഭാവികമാണെങ്കിലും റഷ്യൻ പ്രസിഡന്റ് പുതിൻ്റെ ഈ വിചിത്ര സ്വഭാവം, വിചിത്ര ചിന്താഗതികളെ എങ്ങനെ ക്രാക്ക് ചെയ്യും അമേരിക്ക? മറുവശത്ത് ഒരു ഭ്രാന്തനായ, രാവിലെ പറയുന്ന വാക്കുകൾ ഉച്ചകഴിഞ്ഞ് തിരുത്തി പറയുന്ന ട്രംപ് എന്ന ഒരു ഏകാധിപതി, ട്രംപ് എന്ന ഒരു വിചിത്ര മനുഷ്യൻ, ഈ ട്രംപ് എന്ന നേതാവിനെ എങ്ങനെ പുതിൻ ക്രാക്ക് ചെയ്യും? എനിക്ക് തോന്നുന്നു ട്രംപിനേക്കാൾ എന്തുകൊണ്ടും ഈ ഒരു ചർച്ചയ്ക്ക് പ്രധാനമായിട്ട് നിൽക്കേണ്ട മോദിയായിരുന്നു എനിക്ക് തോന്നി. അല്ലെങ്കിൽ നമ്മുടെ നയതന്ത്രജ്ഞരാരെങ്കിലും ഇത്തരത്തിലുള്ള കാരണം പുതിൻ ഒരു പക്ഷേ ഇന്ത്യക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനമുണ്ട്. ഇന്ത്യ പലപ്പോഴും പുതിൻ കേൾക്കാറുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നി ഇതിനിടയിൽ അത്തരത്തിലൊരു ചർച്ച വഴിതിരിച്ച് വിട്ടിരുന്നെങ്കിൽ. അല്ല, അത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും യുക്രൈനും ഒന്നും അതിനെ അനുകൂലിക്കില്ല. കാരണം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ തന്നെയാണ് ഇന്ത്യക്കെതിരെ ആദ്യം പരസ്യ നിലപാടെടുത്തത്. നാറ്റോ അന്ന് ഇന്ത്യയെ വലിയ മുന്നറിയിപ്പ് നൽകി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. യുക്രൈൻ പലവട്ടം ഇന്ത്യയോട് റഷ്യയോടുള്ള ചങ്ങാത്തം ചോദ്യം ചെയ്തിരുന്നു. അതുകൊണ്ട് ഇന്ത്യക്ക് പൂർണ്ണതോതിൽ ഒരു ചർച്ചയിലേക്ക് കടന്നു വരാവുന്ന മധ്യസ്ഥൻ്റെ റോൾ എടുക്കാൻ കഴിയില്ല. പകരം ഇന്ത്യ ഉപയോഗിച്ച് യുക്രൈൻ നേരത്തെ തന്നെ ചില സമ്മർദ്ദങ്ങളൊക്കെ പുതിനുമേൽ നടത്തിയിരുന്നു. ട്രംപും ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. റഷ്യയോട് ചില സമ്മർദ്ദങ്ങൾ ചെലുത്താൻ ഇന്ത്യയോട് പറഞ്ഞിരുന്നു. അത് ഇന്ത്യ പാലിക്കുകയും ചെയ്തു. ഇവിടെ ഏറ്റവും നിർണായകമാകുന്നത് നാളെ ഉരുത്തിരിയുന്ന ആ ഫോർമുല, ആ വെടിനിർത്തൽ ഫോർമുല. അവിടെ യുക്രൈൻ പ്രദേശം, ഇപ്പോൾ റഷ്യയുടെ കയ്യിലുള്ള യുക്രൈൻ പ്രദേശം വിട്ടുകൊടുക്കാനുള്ള ഒരു തീരുമാനമാണ് ട്രംപ് കൈക്കൊള്ളുന്നത് എങ്കിൽ അത് യുക്രൈനിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വലിയ വിമർശനം നേരിടും. ട്രംപിൻ്റെ ഒരു വീഴ്ചയുടെ തുടക്കമായി മാറും അത്. കാരണം അത്തരമൊരു നിർദ്ദേശമാണ് ട്രംപ് അംഗീകരിക്കുന്നതെങ്കിൽ. മറുവശത്ത് തങ്ങൾ പിടിച്ചെടുത്ത ഭൂപ്രദേശത്തിൻ്റെ ഒരു ഭാഗം പോലും വിട്ടുകൊടുക്കില്ല എന്ന് വാശിയോടെ നിൽക്കുകയാണ് പുതിൻ. അപ്പോൾ പുതിനെ ക്രാക്ക് ചെയ്യാൻ എത്രത്തോളം ട്രംപിന് കഴിയും? ഇത് നമ്മൾ കാണുന്ന ഒരു സമാധാന ചർച്ചയുടെ തലം മാത്രമല്ല. ഈ ചർച്ച വലിയ തലത്തിൽ, അന്താരാഷ്ട്ര തലത്തിലുള്ള വ്യവസായ ലോകം,
ബിസിനസ്സുകാർ ഇവരൊക്കെ ഇടപെട്ട ഒരു വലിയ ഒരു മാഫിയ അല്ലെങ്കിൽ ഒരു കോക്കസിൻ്റെ പരിശ്രമ ഫലം കൂടിയാണ്. ലോകം നേരിട്ട് കാണുന്ന അനന്തരഫലങ്ങളല്ല ഇതിനൊക്കെ ഉള്ളത്. അപ്പോൾ അതിനേക്കാൾ അപ്പുറത്ത് വലിയ തലത്തിലുള്ള നമ്മൾ കാണാത്ത ഡീപ്പ് സ്റ്റേറ്റ് ഒക്കെ ഉൾപ്പെട്ട ഒരുപാട് നീക്കങ്ങൾ ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ ട്രംപ് പുതിൻ കൂടിക്കാഴ്ച രണ്ട് ലോകരാജ്യങ്ങളുടെ നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കപ്പുറം വിരുദ്ധ താല്പര്യങ്ങളുടെ ഒരു കൂടിക്കാഴ്ച, വിരുദ്ധ താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള വാദപ്രതിവാദങ്ങളുടെ ഒരു വേദി, അത്തരമൊരു ഉച്ചകോടിയാണ്. അതെ അതെ, ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്ത, ഇരു രാജ്യങ്ങൾക്ക് യോജിച്ചു പോകാൻ പറ്റാത്ത രീതിയിലാണ് ഒരു മധ്യസ്ഥ പ്രവർത്തനമായിട്ട് ട്രംപ് പോകുന്നത്. കാരണം യുക്രൈൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല, അതേപോലെ തന്നെ റഷ്യ. പക്ഷേ ഇവിടെ ഇതിനൊരു പ്രത്യേകതയുണ്ട്, പരസ്പരം ഭയപ്പെടുന്ന നേതാക്കളാണ്. അതുകൊണ്ട് അവർക്കൊരു സമവായത്തിൽ എത്തിയേ തീരൂ. കൈവിട്ടു പോകുന്ന ഒരു ലോകക്രമത്തിലേക്ക്, കൈവിട്ടു പോകുന്ന ഒരു യുദ്ധഘട്ടത്തിലേക്ക് കടക്കാൻ ഇരു നേതാക്കൾക്ക് ഭയമുണ്ട്. അത് പലപ്പോഴും റഷ്യൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ട്രംപിനും അത്തരം ഭയമുണ്ട്. അതെ അതെ, മൂന്ന് പേർക്കും ഇത്തരം ഒരു ഭയപ്പാടിലാണ് അവർ ഒരു ചർച്ചയ്ക്ക് പോകുന്നത്. ഒരു പക്ഷേ ട്രംപിന്റെ വാക്പോരുകൾ അല്ലെങ്കിൽ ട്രംപ് നയിക്കുന്ന ആ ഒരു ചർച്ച ഏത് രീതിയിലെത്തുമെന്ന് ഇപ്പോൾ ഞാനും സാറും മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചയിൽ ഇത്തരം ഘടകങ്ങൾ പറയുന്നത് അമേരിക്കയുടെ CNN, BBC അടക്കമുള്ള മാധ്യമങ്ങൾ ഇന്ന് പരിശോധിച്ചതിന് ശേഷമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. അവർ പറയുന്ന ചില വാസ്തവങ്ങളുണ്ട്. ഒരു ജൂതനായ സെലൻസ്കി പെട്ടെന്നൊരു വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങില്ല, വലിയ പോരാളിയാണ്. പിന്നെ യുക്രൈനികളുടെ യുദ്ധവീര്യം നമ്മൾ കണ്ടതാണ്. അവർ ഒരു തലമുറയെ റഷ്യക്കെതിരെയുള്ള പോരാട്ടത്തിനായി ഇട്ടുകൊടുത്തിരിക്കുകയാണ്. അവർക്ക് മരിക്കാൻ ഭയമില്ല, പോരടിക്കാൻ ഭയമില്ല. ഇപ്പോഴിതാ ഉത്തര കൊറിയൻ സേനയെ അങ്ങോട്ട് അയച്ച് അടിമത്തത്തിനാണ് ഞങ്ങൾ വിട്ടത് എന്ന തലത്തിൽ ചില വാർത്തകൾ പുറത്തു വരുന്നു. യുക്രൈൻ പ്രസിഡൻറ്റിൻ്റെ ഒരു ഏകാധിപത്യ സ്വഭാവത്തിൻ്റെ ഭാഗമായിരുന്നു അവിടെ നിന്ന് ഏകദേശം 15,000-ഓളം കൂലിപ്പട്ടാളക്കാരെ റഷ്യയ്ക്ക് വേണ്ടി കൊടുത്തയച്ച കാഴ്ച. പക്ഷെ അവരുടെ ശവശരീരങ്ങളാണ് തിരികെ എത്തിച്ചത്. അപ്പോൾ യുക്രൈനെ സംബന്ധിച്ച് അവർ വലിയ പോരാളികളാണ്. എതിരാളികളെ കൊന്നൊടുക്കാൻ യാതൊരുവിധ മടിയുമില്ല, അതിനുള്ള കരുത്തുള്ളവരാണ്. ആ ചെറിയ രാജ്യമാണ്, സാമ്പത്തികമായി അവർക്ക് പരിമിതികളുണ്ട്, ആണവശക്തിയില്ല, ദീർഘദൂര മിസൈൽ ശേഖരമില്ല, 5ാം തലമുറ യുദ്ധവിമാനങ്ങളില്ല. പക്ഷേ ഇതൊക്കെ ഒരു പരിധിവരെ യൂറോപ്യൻ യൂണിയൻ സഹായിക്കുന്നു. അമേരിക്കയുടെ ജോ ബൈഡൻ്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ അമേരിക്കൻ സഹായം കിട്ടിയത്. പക്ഷേ ഇപ്പോൾ ട്രംപ് മിതമായ തോതിൽ ഇപ്പോൾ സഹായിക്കുന്നു. അപ്പോൾ മിതമായ ആയുധശേഖരം കൊണ്ട് കരുത്തരായ റഷ്യയെ ഒരു പരിധിവരെയെങ്കിലും നിലയ്ക്ക് നിർത്താൻ യുക്രൈന് കഴിഞ്ഞു. ഇതൊരു പുതിയ സന്ദേശം കൂടിയാണ്. ലോകത്തിന് മുന്നിൽ ഒരു കരുത്തന് പെട്ടെന്ന് ആധുനിക കാലഘട്ടത്തിൽ ഒരു യുദ്ധത്തിൽ വിജയിച്ചു വരിക എളുപ്പമല്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവം കൂടിയാണിത്. ഇതെല്ലാം ചർച്ച അവസാനിക്കുമ്പോൾ നമ്മുടെ ഈ ചർച്ചയ്ക്ക് ഒരു കൺക്ലൂഷൻ വേണമല്ലോ. കാരണം റഷ്യ യുക്രൈൻ ഇരു രാജ്യങ്ങളും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പക്ഷേ ഏതൊരു സമവായത്തിലായിരിക്കും എത്തിച്ചേരുന്നത്? സാധ്യത എന്തില്ലായിരിക്കും? സാധ്യത റഷ്യ അവകാശപ്പെടുത്തി. ഇപ്പോൾ ക്രിമിയൊക്കെ നേരത്തെ 2014 തന്നെ റഷ്യ പിടിച്ചെടുത്ത പ്രദേശമാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ റഷ്യയുടെ കൈവശപ്പെടുത്തി സപ്രോഷ്യ പോലെയുള്ള കുറച്ച് മേഖലകളുണ്ട്. ആ മേഖലകളുടെ ഒരു പരിധിയെങ്കിലും യുക്രൈൻ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അതിനായിരിക്കും ട്രംപ് ശക്തിയായി ആവശ്യപ്പെടുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ, അത്തരമൊരു പശ്ചാത്തലത്തിൽ മാത്രമേ ഈ വെടിനിർത്തലിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയൂ. പക്ഷേ എങ്കിൽ പോലും ഇത് യുക്രൈനെ സംബന്ധിച്ചൊരു പരാജയം എന്ന് പറഞ്ഞുകൂടാ. അവർക്ക് അവരുടെ ചില ഭാഗങ്ങൾ, ഭൂപ്രദേശങ്ങൾ അടിയറവ് വയ്ക്കേണ്ടി വന്നാലും ആത്യന്തികമായ ഒരു വെടിനിർത്തൽ തന്നെയാണ് ഇപ്പോൾ ഈ ലോകക്രമത്തിന് നല്ലത്. അവരുടെ രാജ്യം വീണ്ടും റീബിൽഡ് ചെയ്യാൻ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒക്കെ ഒപ്പം നിന്നാൽ യുക്രൈനെ സംബന്ധിച്ച് അവർക്ക് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാം. യുക്രൈൻ എന്നൊരു പോരാട്ട വീര്യം ഇപ്പോൾ ലോക ജനങ്ങളുടെ മനസ്സിൽ ഒരു കത്തിപ്പടരുന്ന ഒരു വൈറൽ സംഗതിയായി മാറി. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ഏതായാലും സാർ പറഞ്ഞതുപോലെ അലാസ്കയിൽ സമാധാന ചർച്ചയിൽ ഒരു വെള്ളപ്പുക തന്നെ. തീർച്ചയായിട്ടും. വളരെ നന്ദി. നമസ്കാരം.